ഇപ്പൊ മലയാളത്തിലെ ഒരു ഹിറ്റ് സിനിമയായിരുന്നു പ്രേമലു. അതിലെ നായിക പിന്നീട് സൗത്തിന്റെ മുഴുവൻ ആരാധകരെ സ്വന്തമാക്കി മുന്നേറുന്ന ഒരു അവസ്ഥ നാം കണ്ടിരുന്നു. ഇപ്പോൾ ആ നടി മമിത അവർ ഇപ്പോൾ തമിഴിൽ അഭിനയിക്കുകയാണ്. അന്ന് ആ സിനിമയുടെ ഹിറ്റിന് ശേഷം എവിടെ പോയാലും വലിയ രീതിയിൽ ആരാധകർ ഇങ്ങനെ കൂടി അവരെ കാണാനായി കൂടുന്നത് പല സോഷ്യൽ മീഡിയയിൽ നാം കാണുന്നതുണ്ടായി. എന്തായാലും ഈ തമിഴുമായി ബന്ധപ്പെട്ട് അവർ ഒരു സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ അവരെ സംവിധായകൻ മർദ്ദിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? വാസ്തവമുണ്ടോ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് തെറ്റായ ഒരു വാർത്തയാണ്. കാരണം അതിൽ മമിത ബൈജുവും സംവിധായകനും വിശദീകരണം നൽകി കഴിഞ്ഞു. ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾ, അതായത് നമുക്ക് സമൂഹ മാധ്യമങ്ങൾ തന്നെ എടുത്താൽ പലപ്പോഴായിട്ട് യൂട്യൂബിലൊക്കെ വരുന്ന വാർത്തകൾ ചിലപ്പോൾ അടിസ്ഥാനരഹിതവും നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിക്കുള്ള വാർത്തകൾ വരെ യൂട്യൂബർമാർ ഓരോ ദിവസവും ഇടുന്നുണ്ട്. ഇപ്പോൾ തന്നെ നടിയെ ആക്രമിച്ച കേസ്, അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നല്ലോ നടിയെ ആക്രമിച്ച കേസ്. അതിലൊരു സൂപ്പർ സ്റ്റാർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് ആ നടിയുടെ അതായത് ഒരുപാട് നടികളുടെ ഫോട്ടോ വെച്ച് പല യൂട്യൂബർമാരും പ്രചരണം നടത്തിയിരുന്നു. ഈ നടിയാണ് പീഡിപ്പിക്കപ്പെട്ടത്, ഈ നടിയാണ് പീഡിപ്പിക്കപ്പെട്ടത്. അങ്ങനെ ഒരുപാട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പലരും പൈസ ഉണ്ടാക്കിയായിരുന്നു. പിന്നീട് അതിൽ നിന്നും ഒരുപാട് നിയമ നടപടിയൊക്കെ പോലീസ് സ്വീകരിച്ചിരുന്നു. അത് നമുക്കറിയാവുന്നതാണ്. അങ്ങനെ പല സത്യങ്ങളെയും ഇങ്ങനെ വളയ്ക്കുന്നു. സമാനമായ ഒരു ആരോപണമായിരുന്നല്ലോ ഉപ്പുമുളകിലും. അതും ഒരു നടിയെ ചുറ്റിപ്പറ്റി, പല നടിമാരെ ചുറ്റിപ്പറ്റി വിവാദമുണ്ടായിരുന്നു. ഇത് ആരാണ് ആ പരാതി കൊടുത്ത നടിയെന്ന ചർച്ചയും സോഷ്യൽ മീഡിയയിൽ സജീവമായി ഉണ്ടായിരുന്നല്ലോ. അതെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സത്യത്തെ എങ്ങനെയൊക്കെ വളച്ച് തിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വളച്ചൊടിക്കാം, അതാണ് ഓരോ ദിവസവും യൂട്യൂബർമാർ ചെയ്യുന്നത്. കാരണം അവർക്ക് കണ്ടന്റ് കിട്ടിയാൽ മതി. ആ കണ്ടന്റിലൂടെ എത്ര സെലിബ്രിറ്റികളുടെ അല്ലെങ്കിൽ എത്ര സാധാരണക്കാരുടെ ജീവിതമാണോ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നശിക്കുന്നതെന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് ഇതുവഴി പൈസ കിട്ടാനാണല്ലോ എല്ലാവരും കണ്ടന്റ് ചെയ്യുന്നത്. പിന്നീട് ചേട്ടൻ പറഞ്ഞതുപോലെ ഉപ്പുമുളകിലും, കാരണം ഉപ്പുമുളക് എന്ന് പറയുന്നത് എല്ലാവരും ഏറ്റെടുത്തൊരു ജനപ്രിയ സീരിയലാണ് ഫ്ലവേഴ്സിലെ. പിന്നീട് ആദ്യ ഭാഗം നിർത്തിയപ്പോഴാണ് രണ്ടാം ഭാഗമായിട്ട് വീണ്ടും ഉപ്പുമുളകും വരുന്നത്. പിന്നെ അതിന്റെ ആ ഒരു ഷൂട്ടിങ്ങിന്റെ ഇടയിൽ വെച്ചാണ് നായകനായ ബിജു സോപാനവും ശ്രീകുട്ടനും, അതായത് ശ്രീകുമാറിനും എതിരെ ലൈംഗികാരോപണം നടത്തിയെന്ന് ആരോപിച്ച് കേസ് നൽകിയത്. ഇതിനെ തുടർന്ന് ഒരു നടി, അതായത് ആ സീരിയലിൽ തന്നെ അഭിനയിക്കുന്ന നടി രംഗത്ത് വന്നു. കാരണം ആ നടിയുടെ പേര് വെച്ച് പല യൂട്യൂബർമാരും കണ്ടന്റുകൾ ഉണ്ടാക്കി ഇവരാണ് കേസ് കൊടുത്തത്, അല്ലെങ്കിൽ ഇവരാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായത് എന്ന് പല രീതിയിലുള്ള കണ്ടന്റ് നമ്മൾ കണ്ടായിരുന്നു. കാരണം ഒരു റീച്ചുമില്ലാത്ത യൂട്യൂബർമാർ വരെ ആ നടിയുടെ പേര് വെച്ച് പല കണ്ടന്റുകളും ഇറക്കി. പിന്നീട് ആ നടി പിന്നീട് രംഗത്ത് വന്ന് താനല്ല എന്ന് വ്യക്തമാക്കിയതിന് ശേഷമാണ് ആ ഒരു അഭ്യൂഹങ്ങളൊക്കെ മാറിയത്. കാരണം പലരും, അതായത് ആ നടിയുടെ പേര് വന്നപ്പോൾ തന്നെ പലരും വിശ്വസിച്ച് കാണാം ആ നടിയായിരിക്കാം ബിജു സോപാനത്തിനെതിരെ കേസ് കൊടുത്തത്. ഈ സിനിമാ സെറ്റുകൾ കേന്ദ്രീകരിച്ച് മുൻപും ഇത്തരം ലൈംഗിക ചൂഷണങ്ങളും അതോടൊപ്പം തന്നെ ഈ മർദ്ദനങ്ങളും ഈ അനാവശ്യമായുള്ള പെരുമാറ്റങ്ങളും മുൻപ് തന്നെ പ്രത്യേകിച്ച് തമിഴിലും മലയാളത്തിൽ പിന്നെ പറയണ്ട, അതിനെക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയുണ്ട്. ആ രീതിയിലാണോ അന്ന് സംഭവിച്ചത് ഈ സിനിമാ സെറ്റിൽ? അപ്പൊ ചേട്ടൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, മമിത ബൈജുവും അതായത് ഈ ഏത് സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഈ മർദ്ദനത്തിന് ഇരയായത്, ആ സിനിമയുടെ സംവിധായകനും രംഗത്ത് വന്നായിരുന്നു. കാരണം ആരോപണങ്ങളെല്ലാം നിഷേധിച്ച് അത് വണങ്ങാൻ, അതായത് നമ്മുടെ സൂര്യ നായകനായും മമിത ബൈജു നായികയും എത്തുന്ന ഒരു സിനിമയായിരുന്നു വണങ്ങാൻ. ഈ സെറ്റിൽ വെച്ചാണ് സംവിധായകൻ മമിതയെ അടിച്ചെന്ന വാർത്തകൾ അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. പക്ഷേ പിന്നീട് ഗലാട്ട എന്നൊരു അഭിമുഖത്തിൽ സംവിധായകൻ പറയുന്നുണ്ട്, അതായത് സംവിധായകൻ ഈ ആരോപണങ്ങളെല്ലാം തള്ളി പറയുന്നുണ്ട്, താൻ മമിതയെ അടിച്ചിട്ടില്ല. കാരണം മമിതയെ താൻ മകളെ പോലെയാണ് കാണുന്നത്. പിന്നീട് പെൺകുട്ടികളെ ആരെങ്കിലും അടിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഒരു വസ്തുതയാണ് തെളിയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന എല്ലാ വാർത്തകളും നാം വിശ്വസിക്കരുത്. ചിലപ്പോൾ അത് അടിസ്ഥാനരഹിതമായിരിക്കും. ചിലപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി, ഞാൻ ആദ്യം തന്നെ ചേട്ടനോട് പറഞ്ഞു, കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി പല മാർഗങ്ങളും ഈ യൂട്യൂബേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ വന്നത്. കാരണം ആ സെറ്റിൽ വെച്ച് മമിതയ്ക്ക് അന്ന് ഷൂട്ടില്ലായിരുന്നു. അദ്ദേഹം വ്യക്തമാക്കുന്നതാണ് മമിതയ്ക്ക് അന്ന് ഷൂട്ടില്ലായിരുന്നു. പിന്നീട് മമിതയ്ക്ക് മേക്കപ്പ് ചെയ്യുന്നുണ്ട്, അതായത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ എനിക്ക് തോന്നുന്നു മുംബൈയിൽ നിന്നാണെന്ന് തോന്നുന്നു വിളിച്ചു വരുത്തിയത് സിനിമയ്ക്ക് വേണ്ടിയിട്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റിനെ. അപ്പോൾ മമിതയ്ക്ക് ആ സമയത്ത് ഷൂട്ടില്ലായിരുന്നു.
എന്നാൽ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് മമിതയ്ക്ക് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മമിത എത്തിയപ്പോൾ മമിതയുടെ മുഖത്ത് മേക്കപ്പ് കണ്ടു. കാരണം നമുക്കറിയാം മമിത അധികം മേക്കപ്പ് ഉപയോഗിക്കാത്ത ഒരാളാണെന്നാണ് പൊതുവെ ഒരു അഭിപ്രായം. അപ്പോൾ ഇങ്ങനെ മേക്കപ്പ് ഉപയോഗിച്ചു വരുന്നു. പക്ഷേ സെറ്റിൽ മമിത എത്തുന്നു. അപ്പോൾ ഇതിൽ പ്രകോപിതനായ, അതായത് മമിത, ഞാൻ പറഞ്ഞല്ലോ മമിത വലുതായിട്ട് മേക്കപ്പ് ഉപയോഗിക്കില്ല, അപ്പോൾ ഇതിൽ പ്രകോപിതനായ സംവിധായകൻ ആരാണ് ഈ മേക്കപ്പ് ചെയ്തത്, മമിത അവിടെ നിൽക്കുകയാണ്, ആരാണ് ഈ മേക്കപ്പ് ചെയ്തതെന്ന് പറഞ്ഞ് കൈ ഓങ്ങിയായിരുന്നു. പക്ഷെ അത് മമിതേനെയല്ല, കാരണം മേക്കപ്പ് ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റിന് നേരെയാണ് അദ്ദേഹം കൈ ഓങ്ങുന്നത്. ഒരിക്കലും കൈ ഓങ്ങുന്നത്, അതായത് സഹപ്രവർത്തകന് നേരെ കൈ ഓങ്ങുന്നത് ശരിയല്ല. പക്ഷെ അദ്ദേഹം പെട്ടെന്ന് പ്രകോപിതനായപ്പോൾ അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ വ്യക്തമായി പറയുന്നുണ്ട്, താൻ പെട്ടെന്ന് കണ്ടപ്പോൾ പ്രകോപനത്തിൽ കൈ ഓങ്ങിയതാണ്. പക്ഷെ മമിതേനെ താൻ അടിച്ചതല്ല. കാരണം മമിത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവർക്കും ഒരു ജനപ്രിയ നടിയാണ്. കാരണം പ്രേമലു എന്നൊരു ഹിറ്റ് സിനിമ കൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യ മുഴുവൻ ആരാധകരുടെ മനസ്സിൽ ഇടം പിടിച്ചൊരു നടിയാണ് മമിത. അത് മറ്റും നടിമാർക്ക് പറ്റാത്തൊരു കാര്യമാണ് മമിത പെട്ടെന്ന് സാധിച്ചെടുത്തത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് സംവിധായകൻ ബാലയാണ് പറയുന്നത്, അതുകൊണ്ട് താൻ മമിതയെ അടിച്ചിട്ടില്ല. പക്ഷേ പിറ്റേന്ന്, അതായത് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളിലെല്ലാം ഉണ്ടായിരുന്നു ഇത്തരം മർദ്ദനങ്ങൾ ഉണ്ടായാൽ പോലും ആരും തുറന്നു പറയില്ല. കാരണം ഈ വിലക്കും ബാക്കി ഒറ്റപ്പെടുത്തലെല്ലാം കാരണം തുറന്നു പറയാത്തൊരവസ്ഥ മുൻപ് തന്നെ ഉണ്ടായല്ലോ. അത് അത്തരം ഒരു അവസ്ഥയിലേക്കായിരിക്കുമോ ഈ സംഭവം പോകുന്നത്? ഇല്ല, കാരണം ഇത് അദ്ദേഹം പറയുന്നുണ്ട്, കാരണം ഞാൻ അവിടെ മമിതേനെ അല്ല അടിച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷെ പിറ്റേന്ന്, ഞാൻ പറഞ്ഞല്ലോ പിറ്റേന്ന് വാർത്തകൾ വന്നത് സംവിധായകൻ ബാല മമിത ബൈജുവിനെ മർദ്ദനത്തിന് ഇരയാക്കി അല്ലെങ്കിൽ അടിച്ചു എന്ന വാർത്തകളാണ് വന്നത്. പക്ഷേ ആ വാർത്ത കണ്ടപ്പോൾ തന്നെ മമിത ബൈജു രംഗത്തെത്തിയിരുന്നു. കാരണം ഇതൊരു അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം തന്നെ മർദ്ദിച്ചിട്ടില്ലെന്നും മമിത പറഞ്ഞു. അവിടെ തന്നെ സത്യാവസ്ഥ ബോധ്യപ്പെടുകയാണ്. പിന്നീട് ഇപ്പോൾ സംവിധായകൻ ബാലയും രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ രംഗത്തെത്തി. പക്ഷേ ഈ സിനിമ ആദ്യം മുടങ്ങിയായിരുന്നു. കാരണം സൂര്യ ഇതിൽ നിന്ന് പിന്മാറിയായിരുന്നു. പിന്നീട്, അതായത് ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു, മുൻപായിരുന്നു, സൂര്യ ഇതിൽ നിന്ന് പിന്മാറിയായിരുന്നു. പിന്നീട് മമിത ബൈജും ഇതിൽ നിന്ന് പിന്മാറിയായിരുന്നു. കാരണം മമിത ബൈജുവിന് മറ്റ് സിനിമകൾ കിട്ടിയത് കൊണ്ട് ഇതിൽ നിന്ന് പിന്മാറിയായിരുന്നു. പിന്നീട് 2 പുതുമുഖ നടനും നായകനെയും വെച്ചാണ് ഈ സിനിമ പൂർത്തിയാക്കിയത്. അത് അടുത്ത വർഷം, അതായത് 2025 ജനുവരിയിൽ അത് തിയേറ്ററിൽ റിലീസാകുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് ഒരു വാർത്തകളും, അതായത് ഇപ്പോൾ ഇവിടെ രണ്ടുപേരുടെ ഇമേജിനെയാണ് ഇവിടെ ബാധിച്ചിരിക്കുന്നത്. കാരണം ഉറപ്പായിട്ടും സംവിധായകൻ ഈ സിനിമയിൽ നിന്നും ഈ നടി പൂർണ്ണമായി തന്നെ ഒഴിവായിട്ടുണ്ടല്ലോ. അതെ, പൂർണ്ണമായിട്ടും ഒഴിവായിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, പ്രേമലുവിന് ശേഷം ചേട്ടൻ തന്നെ പറഞ്ഞു, സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ ആരാധക വൃദ്ധങ്ങളെ ഈ മമിതയ്ക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. പിന്നീട് മമിതയ്ക്ക് ഇതെന്തോ ഒരു കാര്യം വന്നാണ് ഈ സിനിമ പകുതി വെച്ച് മുടങ്ങുന്നത്. പിന്നീട് മമിതയ്ക്ക് മറ്റ് സിനിമകൾ വരുന്നു. അങ്ങനെ അവർക്ക് ആ സിനിമകൾ ചെയ്യേണ്ടി വന്നു. ഒരിക്കലും ഈ ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഇത് മർദ്ദിച്ചത് എന്നുള്ള കാരണം കൊണ്ടല്ല അവർ ഈ സിനിമ വിട്ടത്. പക്ഷേ പിന്നീട് സിനിമ പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ ഒരു പുതുമുഖ നടൻ നായികയും വെച്ച് അദ്ദേഹം സംവിധായകൻ ബാല ഈ സിനിമ പൂർത്തിയാക്കുന്നു. ഞാൻ പറഞ്ഞു ജനുവരിയിൽ ഈ സിനിമ തിയേറ്ററിലെത്തും. നമ്മളിവിടെ പറയുന്നത് ഈ വാർത്തകൾ വന്നത്, അതായത് മമതയെ മർദ്ദിച്ചെന്ന വാർത്തകളാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോൾ മമത തന്നെ തള്ളിയിരിക്കുകയാണ്. കാരണം താൻ അറിയാത്തതും ചെയ്യാത്തതും, അല്ലെങ്കിൽ സംവിധായകൻ ചെയ്യാത്തതുമായ ഒരു കാര്യം എന്തിനാണ് സമൂഹ മാധ്യമങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കപ്പെടുന്നത് എന്നാണ് ഇപ്പോൾ മമിത ചോദിക്കുന്നത്. സംവിധായകൻ ബാലയും ചോദിക്കുന്നതാണ്. അപ്പോൾ തന്നെ അവിടെ ഉയരുന്ന ചോദ്യമുണ്ട്. പല വാർത്തകളും ഇങ്ങനെ എത്രത്തോളം വാർത്തകൾ വരുന്നത്. നമ്മൾ ആദ്യം തന്നെ സംസാരിച്ചായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുപോലെ തന്നെ ബിജു സോപാനത്തിന്റെ കേസൊക്കെ. അപ്പൊ അതിലൊക്കെ എന്തുമാത്രം വസ്തുതയുണ്ടെന്നാണ് ഇനി ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതും ഇനി ബിജു സോപാനത്തിനെതിരെയുള്ള കേസും ഇനി വ്യാജമാണോ നമുക്കറിയില്ല. ചിലപ്പോൾ യൂട്യൂബർമാർ എന്തും വളച്ചൊടിക്കാം. അതുപോലെ ആ കേസിലും ഇനി പലതും വളച്ചൊടിക്കുമോ എന്നും കാണേണ്ടതാണ്.